ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഇന്നത്തെ കാലത്ത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ നമ്മളാണെങ്കിലും പൊതുവെ എല്ലാവർക്കും ഭയങ്കര ഇംപേഷ്യൻ്റ് ആണ്, അല്ലേ? അതെ പേഷ്യൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല, എല്ലാം ഇപ്പോൾ വേണം. അതെ ഇന്നിപ്പോൾ നമ്മൾ എന്താ പറയുക, സാധാരണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടൊരു ടോപ്പിക്കാണ്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരുടെ ഇടയ്ക്ക് ക്ഷമയില്ലായ്മ, അല്ലെങ്കിൽ ഇപ്പം വേണം, എന്ത് വേണോ ഇപ്പം വേണം, മനസ്സിലായില്ലേ? ഒട്ട് ക്ഷമിക്കാനുള്ള ഒരു കഴിവില്ലായ്മ, അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റാത്തൊരു സ്ഥിതി, വിച്ച് ഈസ് നോൺ ആസ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും, അല്ലേ? അപ്പം ഇൻസ്റ്റൻ്റായിട്ട് വേണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ കുഴപ്പക്കാരനാരാണ്? ഇതിൻ്റെയൊക്കെ കുഴപ്പക്കാരനാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളല്ല, നമ്മുടെ ബ്രെയിനാണ്, അല്ല? നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം, നമ്മളല്ല, നമ്മുടെ ബ്രെയിനാണ് കുറ്റക്കാരൻ, അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ ബ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ എന്താ പറയുക, ബ്രെയിനിനെ വയർ ചെയ്തിരിക്കുന്നത് വെച്ചാൽ കുറേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഹൗ ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു കെമിക്കലാണ് ഡോപ്പമൈൻ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ ബ്രെയിനിനെ വയർ ചെയ്തിരിക്കുന്നത്, അതാണ് നമ്മുടെ പ്ലഷർ അങ്ങനെയുള്ള സാധനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, എന്തൂസിയാസ്റ്റിക് ആക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ ഒരു പോസിറ്റീവ് ഇത് ഡോപ്പമൈനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രെയിനെ വയർ ചെയ്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സീക്ക് പ്ലഷർ, അല്ലേ? സന്തോഷത്തിന് സീക്ക് ചെയ്യുക, അല്ലെ പ്ലഷറിനെ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലേക്ക് ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി അതിനെ അവോയ്ഡ് ചെയ്യും. അപ്പോൾ അതിനെ നമ്മൾ എന്താ പറയുക, നമ്മളതിനെ ഫീഡ് ചെയ്യുന്നൊരു സാധനമാണ് ഈ പറയുന്ന കണക്ക് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഇപ്പോഴത്തെ നമ്മുടെ ജീവിതശൈലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ബ്രെയിനിനെ സന്തോഷിപ്പിക്കുന്നതാണ്, ഇൻസ്റ്റൻറ്റ് പ്ലഷറിനെ കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോൾ നമുക്ക് യൂട്യൂബ് ആണല്ലോ ഇത്, ആൾക്കാർ കൂടുതൽ യൂട്യൂബിനെക്കാട്ടി കൂടുതൽ ആൾക്കാർ ഇൻസ്റ്റാഗ്രാം എന്തുകൊണ്ടാണ്? ഇൻസ്റ്റാഗ്രാം ഇത്രയും കൂടുതൽ ആൾക്കാർ ഷോർട്ടർ റീൽസ് വെച്ചാൽ ആൾക്കാർക്ക് ഇങ്ങനെ തോണ്ടി കൊണ്ടുപോകാം, മനസ്സിലായില്ലേ? ഒരെണ്ണം കണ്ടു മതി, ഒരു മിനിറ്റ് അല്ല കഴിഞ്ഞു, അടുത്തേക്ക് പോയി. ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തി ഇത്രയും കാണണം, അല്ലെങ്കിൽ തന്നെ വീഡിയോ ഇങ്ങനെ നമ്മൾ തന്നെ ഇങ്ങനെ സ്ക്രോൾ കൊണ്ടുപോയിട്ടാണ് കാണുന്നത്, അല്ലേ? നമ്മുടെ ആയാലും ആരുടെ വീഡിയോസ് ആയാലും എല്ലാവരും, ഞാനും നിങ്ങളും അടക്കം എല്ലാവരും അങ്ങനെ തന്നെ കാണുന്നു. ഇത് കണക്കാണ് നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാം ഇൻസ്റ്റൻ്റായിട്ട് വേണം. ഇപ്പോൾ നമ്മുടെ ഈ കണ്ടമാനം ഫുഡ് ഡെലിവറി എന്താ പറയുക, ഇ-കോം സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 minutes ഡെലിവറി ഇതാണ് അവരെല്ലാവരും അഡ്വർടൈസ് ചെയ്ത്. ഇപ്പോൾ ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട് 10 minutes പാടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ 10 minutes ആയിരുന്നു അവരുടെ ഇത്, 10 minutes സാധനം ഡെലിവറി ചെയ്യും. അപ്പോൾ ഈ 10 minutes എങ്ങനെ ഈ സാധനം ഡെലിവറി ചെയ്യുന്ന ആലോചിച്ചിട്ടുണ്ടോ? ഒരു സാധനം 10 minutes നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് 10 minutes കുക്ക് ചെയ്യണമെങ്കിൽ അത്രത്തോളം കൂടുതൽ ഫ്ലെയിം വേണം, അത്രത്തോളം കൂടുതൽ ഓയിൽസ് വേണം, അതിനുള്ള ഇത്രത്തോളം പ്രീ കുക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് 10 minutes. ഇപ്പോൾ കേരളം എന്ന് പറയുന്ന സ്ഥലം, ഞാൻ പറഞ്ഞത് ഇത് ഈ 10 minutes ഇറ്റ്സ് ആപ്ലിക്കബിൾ ടു എവറിവെയർ. ബോംബെ കണക്കുന്ന സിറ്റികൾ, ഡൽഹി കണക്കുന്ന എവറിവെയർ. സോ അപ്പോൾ അത്രത്തോളം എന്താ പറയുക, മോശപ്പെട്ടൊരു സാധനമാണ് നമ്മൾ 10 minutes കഴിക്കുന്നത്. അങ്ങനെ തന്നെ സിമിലർലി എന്ത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നു അതിൻ്റെ ഗുണമേന്മയും കുറഞ്ഞിരിക്കും. അതുകൊണ്ട് കാരണം ഞാൻ പറയാമല്ലോ, നമ്മൾ ഈ ഷോപ്പിംഗ്, അത് ഓൺലൈൻ ഷോപ്പിംഗ്, പണ്ടെങ്ങനെയായിരുന്നു, നമ്മൾ പോയിട്ട് അവിടെ നിന്ന് നോക്കി, നമ്മുടെ കടയിലെ ആൾക്കാരുടെ അടുത്ത് ഓരോന്ന് പറഞ്ഞ് തന്ന് നോക്കി. അപ്പോൾ വി ആർ ഡെവലപ്പിംഗ് പേഷ്യൻസ്. ഇപ്പോൾ ആ പേഷ്യൻസ് നമുക്ക് ഇല്ല. പണ്ട് നമ്മളെങ്ങനെയായിരുന്നു, സീരിയല്, വേറെ കാര്യം പറയാം, ഒരു സീരിയലുടെ ഒരു എപ്പിസോഡ് വരും, കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച, അല്ല ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡ് വരുള്ളൂ, നമ്മൾ വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്. ഇപ്പം അങ്ങനെയല്ലല്ലോ, ഇപ്പം അതിനെ ബിഞ്ച് വാച്ചിങ് എന്ന് പറയും. എന്ന് വെച്ചാൽ കുത്തിയിരുന്ന്, ഒരു പുതിയ ടേമാണ് ബിഞ്ച് വാച്ചിങ്, ഭയങ്കര സംഭവം എന്ന് പറഞ്ഞിട്ട് ആൾക്ക് കുത്തിയിരുന്ന് സീരീസ് മൊത്തം കാണുക. ഒരു 3-4 മണിക്കൂർ കുത്തിയിരുന്ന് ഈ സാധനം ഇരുന്ന് കാണുക, വേറെ ഒരു പണിയില്ലാത്തതാണ്. ശരിക്കും ഞാൻ തമാശയ്ക്ക് പറയുന്നതല്ല, ഇതിൻ്റെയൊക്കെ എഫക്റ്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആൾക്കാർ റെസ്റ്റ്ലെസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. യങ്ങർ ജനറേഷനെ മാത്രമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ എല്ലാ ജനറേഷനും. ബിക്കോസ് നമുക്ക് ഈ റോഡിൽ ഏറ്റവും കൂടുതൽ റോഡ് റേജസ് എന്ന് വെച്ചാൽ, നമുക്ക് ഈ അങ്ങോട്ടുള്ള അടി പിടി ബഹളം വെട്ട് റോഡ് വിട്, വീട്ടിലുള്ള പ്രശ്നങ്ങൾ ആൾക്കാർക്ക് സഹിക്കാൻ പറ്റുന്നത്, ദേ കനോട്ട് ടോളറേറ്റ്. എന്നൊരു ചെറിയ വഴക്ക് വന്നു, ടോളറേറ്റ് ചെയ്യുമ്പോൾ കത്തിയെടുത്ത് കുത്തുക, അല്ലെങ്കിൽ അവനെ അടിക്കുക, പിടിക്കുക. ഒരു ഇൻക്രീസ് ഇൻ ആൻസൈറ്റി, സ്ട്രെസ്, ഇതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ തമാശയ്ക്ക് നമ്മൾ പറഞ്ഞു പോകുന്നെങ്കിലും ഇതിനിപ്പോൾ പല പുറത്തുള്ള രാജ്യങ്ങൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ദർ ഇസ് എ ബിഗ് പ്രോബ്ലം വിത്ത് യങ്ങർ ജനറേഷൻ, പിള്ളേരുടെ ഇടയിൽ. അപ്പോൾ അവർ പിടിച്ചൊരു മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം റീഡിംഗ് എന്ന് പറയുന്ന സാധനം, രണ്ടാമത്
നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പല കരിക്കുലത്തിലും ദേ ആർ മേഡ് ഇറ്റ് മാൻഡേറ്ററി. പിള്ളേർ വായിക്കുന്നതും ഈ എന്താ പറയുക, ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത്ര ചാപ്റ്റർ വായിച്ചിട്ട് അതിനെ പറ്റിയിട്ടുള്ള അനലൈസ് ചെയ്യണം. ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മളെ പേഷ്യൻസ് നമ്മളെ പഠിപ്പിക്കുകയാണ് അല്ലേ. അപ്പം ഈ എന്താ പറയുക, പിന്നെ റെഡ്യൂസ് സ്ക്രീൻ ടൈം വെച്ചാൽ നമ്മൾ ഫുൾ ടൈം നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്. നമുക്കൊരു കുറച്ചൊരു സമയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ചാരി ഇരുന്ന് അതിങ്ങനെ തപ്പും. അപ്പോൾ അത് തപ്പുമ്പോൾ എന്താ, നമുക്ക് വേണ്ട ഒരു സാധനം നമ്മളിങ്ങനെ പ്രൊക്കാസിനേറ്റ് ചെയ്യും. പ്രൊക്കാസിനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കും. നമുക്കിത് വർക്കൗട്ട് ചെയ്യാൻ പോകണം, ജിമ്മിൽ പോകണം. അത് നമുക്ക് ആർക്കും സന്തോഷമുള്ള ഒരു കാര്യമല്ല. ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല, എനിക്ക് സന്തോഷമൊന്നും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ അത് നമ്മളെന്ത് ചെയ്യും, കുറച്ച് നേരം ഇങ്ങനെ കഴിയുമ്പോൾ മടി, ഇന്ന് പോകണ്ട, നാളെ പോകാം. അപ്പോൾ നമ്മൾ ഈ തോണ്ടലാണ്, മനസ്സിലായില്ലേ. അപ്പോൾ ഇതിനെ മറികടക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 10 മിനിറ്റ് എനിക്ക് അസുഖമുണ്ട്. ഈ ഫോൺ എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയില്ലെങ്കിൽ ഒന്നുമില്ല, വെറുതെ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയില്ലെങ്കിൽ ഒരു സമാനക്കേട്, മനസ്സിലായില്ലേ. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടൈം വിചാരിക്കും, ഓക്കെ 15 മിനിറ്റ് എടുത്തേക്ക് ഫോൺ നോക്കും, കോൾസ് വന്ന് എടുത്തോളൂ. അല്ലാണ്ട് നമ്മൾ ഈ തോണ്ടുന്ന പരിപാടി 15 മിനിറ്റ് എടുത്തേക്ക് മാറ്റി വയ്ക്കുക. 15 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ഫോൺ നോക്കുകയുള്ളൂ. ഷോർട്ട് ടേം ഗോൾസ് ഫസ്റ്റ്. അതെ, അപ്പം അത് നോക്കാണ്ടിരിക്കുക. അപ്പോൾ നമുക്കൊരു കുറച്ചൊരു അങ്ങനെ പതുക്കെ ഡെവലപ്പ്. അതുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ യങ്സ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ഒക്കെ ഇതിൽ ഇങ്ങനെയുള്ള കടങ്ങളിൽ പെടുന്ന ഒരു കാര്യം, ഈ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഷോപ്പിംഗ്. നമുക്ക് എന്താ പറയുക, നമുക്ക് ഇമ്പൾസ് ബൈങ് എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ. പെട്ടെന്ന് സാധനങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മേടിക്കണം തോന്നല്. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്, മനസ്സിലായി. ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ഒരു ഭാഗമാണ് ഈ സാധനങ്ങളൊക്കെ. പണ്ടെങ്ങനെ വെച്ചാൽ നമ്മൾ വണ്ടി എടുത്ത് പുറത്ത് പോയി ഇതൊക്കെ സാധനം മേടിച്ച് ആലോചിക്കും. ഇത് ഇപ്പം കിട്ടുന്ന ഇപ്പോഴത്തെ ലോകം സുഖമാണ്, ഇത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഇതൊക്കെ വേണം. പക്ഷേ നമുക്ക് വി ഷുഡ് നോ വെയർ ടു സ്റ്റോപ്പ് ഇറ്റ്. ഒരു ഫുൾ സ്റ്റോപ്പ് എവിടെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഷോപ്പിംഗ് ചെയ്യണം തോന്നി, അപ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ന് വേണ്ട, ഇന്ന് ഞാനത് നോക്കുന്നില്ല, അപ്പോൾ നാളെ ഒരു ദിവസം നാളത്തേക്ക്. അപ്പോൾ നാളെ ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ചിന്തിക്കാനുള്ള ഒരു സമയമുണ്ട്. വൈ ആം ഐ സ്പെൻഡിങ് എന്നുള്ളത്. സ്പെൻഡ് ചെയ്യണോ, അത് ആ പൈസ വെച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാമോ, നമുക്ക് ഒരു കുറച്ച് സമയം കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഡൈവേർട്ട് യുവർ മൈൻഡ് ടു സംതിങ് എൽസ്. വീണ്ടും സ്ക്രീൻ നോക്കാനല്ല പറയുന്നത്, വേറെ എന്തെങ്കിലും കുറച്ച് പുറത്തേക്ക് നോക്കിയിരിക്കും. ജസ്റ്റ് ഗോ ഫോർ എ വാക്ക്. അതെ, ടോക്ക് ടു ദ പേഴ്സൺ നെക്സ്റ്റ് ടു യു. ഇതൊന്നുമില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറെ എന്താ പേഷ്യൻസ് കിട്ടും. അതുപോലെ ഇപ്പം നമ്മളൊരു വീട്ടിൽ ഒരു കുടുംബാംഗങ്ങളായിട്ട് ഇരിക്കാന്ന് വിചാരിച്ചോ, 4 പേര് ഇരിക്കാന്ന് വെച്ചോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, 4 ഫോൺ ഉണ്ടാവും. അത് ഏറ്റവും വലിയ വിയേർഡ് സാധനം എന്താ വെച്ചാൽ ടി വിയിൽ വേറെ എന്തെങ്കിലും കാണുന്നുണ്ടാവും. ഇവർ 4 പേരും ഇരിക്കുന്ന ചിലപ്പോൾ ടി വി കാണാനായിരിക്കും, സിനിമ ആണ്, അതല്ല കാണുന്നത്, ടി വി ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഈ സാധനം ഇങ്ങനെ ഈ സാധനം ഇതാ പറയുന്നത്, ഇതൊരു വലിയൊരു പ്രശ്നമാണ്, സോഷ്യൽ മെനസാണ് ഈ സാധനം. ഇത് നമ്മൾ ഇതിനെ കേസ് സ്റ്റഡി ആക്കിയിട്ട് ഇതിൻ്റെ പുറത്താണ് നമ്മുടെ പുറത്തേക്ക് പല പ്രൊഡക്ട്സും കമ്പനീസ് അടിച്ചേൽപ്പിക്കുന്നതും നമ്മൾ അറിയുന്നില്ല. ദേ നോ നിങ്ങളുടെ ബിഹേവിയറൽ പാറ്റേൺ എങ്ങനെയാണ്. പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഫോൺ ഈസ് ലിസണിങ് വൈൽ യു ആർ സ്ലീപ്പിംഗ് എന്ന്. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്, എല്ലാം ഈ കമ്പനികൾക്ക് അറിയാം, മനസ്സിലായില്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് അതെ, അവർക്ക് പ്രോഫിറ്റ്, നമുക്ക് നഷ്ടം, നമുക്കൊരു സന്തോഷം, ഒരു പ്ലഷർ, നമ്മുടെ ബ്രെയിനൊരു സന്തോഷം, അത് മാത്രമേ ഉള്ളൂ. അപ്പം ഇനിയുള്ള എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോരുത്തരും ഈ പറഞ്ഞ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷന് പുറകെ പോകാതെ എന്ത് ചെയ്യുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ചെയ്യുക. അത് കണക്ക് തന്നെ ബുക്സ് കൂടുതൽ വായിക്കാൻ ശ്രമിക്കുക. ടോക്ക് ടു ദ പീപ്പിൾ അറൗണ്ട് യു. മനസ്സിലായി. ഇത് ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ പുറം രാജ്യങ്ങളിൽ പോയാലും ട്രെയിനിലൊക്കെ സഞ്ചരിച്ചാലും ഒരാൾ തല പൊക്കി മറ്റൊരാളുടെ മുഖത്തേക്ക് നോക്കൂല. ആരാ അടുത്തിരിക്കുന്നത്, ഇല്ല. നമ്മളൊക്കെ ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിൽ പിന്നെ നമ്മൾ അപ്പുറത്തെ ഇപ്പുറത്ത് ആരും ഇരിക്കുന്നെങ്കിലും നോക്കും. പുറം രാജ്യങ്ങളൊക്കെ ഈ സാധനം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഫോണും വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, തല ഇങ്ങനെ ഇരിക്കുന്നു. തൊട്ടടുത്ത് ആര് വന്നു, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും സ്റ്റേഷൻ എത്തിയോ, അല്ലെങ്കിൽ അവിടെ കേൾക്കാം സ്റ്റേഷൻ എത്തിയോ എന്നുണ്ടോ, അപ്പോൾ ഇറങ്ങിപ്പോവാം. ഇങ്ങനത്തെ ഒരു ലോകമായി മാറി. അതിന് ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. എംപതി ലൂസ് ചെയ്യും, റിലേഷൻഷിപ്സ് പോകുന്നുണ്ട്, പീപ്പിൾ ആർ നോട്ട് ഹെൽത്ത്, ആൾക്കാർക്ക് ഒന്നും സഹിക്കാൻ പറ്റാണ്ടായിട്ടുണ്ട്, മെന്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത്, എവറിത്തിങ്. ഈ ഒരു ചെറിയ കാര്യം നിങ്ങൾ മാറ്റി നോക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. ഫിനാൻഷ്യലിയും മെന്റലിയും അല്ല ഫിസിക്കലിയും, ഈ 3 സാധനങ്ങളാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. ഈ 3 രീതിയിലും നിങ്ങൾക്ക് വ്യത്യാസം വരും. അപ്പോൾ ഇതൊരു ചെറിയ ടോപ്പിക്കാണ്. ഇനി ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.